വിനോദ് കോവൂർ ചലച്ചിത്ര നടൻ കൂടി ചേരുകയാണ്. ശ്രീ വിനോദ് കോവൂർ, എങ്ങനെയാണ് കലാഭവൻ നവാസിനെ ഓർക്കുന്നത്? അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേൾക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും കൈയും കാലൊക്കെ വിറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം തീരെ വിശ്വസിക്കാൻ 2-3 പേര് തന്നെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഔട്ട്സൈഡിലായിരുന്നു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നവാസ് ആയിരിക്കില്ല, അത് ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ അവിടെ കറക്റ്റ് വിവരം എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും വല്ലാത്ത അസ്വസ്ഥയിലാണ്. ഞാനിപ്പോ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ചോറ്റാനിക്കര ഹോസ്പിറ്റലാണ് ഉള്ളത്. വലിയ നല്ലൊരു സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിൽ. നവാസിന്റെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറുമാറ്റിലെ നിയാസുമായിട്ടുള്ള സൗഹൃദമാണ്. നിയാസിന്റെ അനിയനാണല്ലോ. അപ്പൊ നിയാസ് ഇപ്പം മലപ്പുറത്ത് ഒരു ഫംഗ്ഷന് പോയിട്ട് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാത്തൊരു നഷ്ടമാണ്. കാരണം കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യടി വാങ്ങിയ ഒരാളാണ് ചമസ്ക. ഹലോ, മലയാളികൾക്ക് എല്ലാ കാലവും അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പാട്ടുകള് കാരണം മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും പാടുന്ന തന്നെ പലർക്കും അത്ഭുതമായിരുന്നു. അതിന് പുറമെ മിമിക്രി, പിന്നെ കോമഡി സ്കിറ്റ് ഒക്കെ ചെയ്തിട്ട് അന്ന് ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യടി വാങ്ങിയത് നവാസ്കയായിരുന്നു. അന്ന് അത്ഭുതമായിരുന്നു. ഞാനൊക്കെ അന്ന് പോയി കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ച ഒരാളാണ്. ഭാര്യയും ഭർത്താവും നായകനായികയായിട്ട് സിനിമ വന്നു. വയ്യ. ഞാൻ ഓർക്കുകയായിരുന്നു, അദ്ദേഹം ഒരു പരിപാടിയിൽ ഒരു സിനിമ ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ വിയോഗത്തെ കുറിച്ചൊക്കെ പറയുന്നു. അന്ന് അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ വിയോഗ വാർത്ത തേടിയെത്തുന്നു. അന്ന് അവസാനമായി കാണാൻ പോലും കഴിഞ്ഞില്ല എന്നൊക്കെ കലാഭവൻ നവാസ് പറയുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മുടെ കൂടി വേദനയായി നമ്മൾ കേട്ടത്. അത്രമേൽ നമ്മൾ കലാഭവൻ നവാസ് എന്ന വ്യക്തിയെ, അഭിനേതാവിനെ സ്നേഹിക്കുന്നത് കൊണ്ടുകൂടിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇത്രയും നന്ദിയുള്ള ഒരു മനുഷ്യൻ, ഇത്രയും സ്നേഹനദിയായ ഒരു മനുഷ്യൻ, എല്ലാവരുമായിട്ടും സൗഹൃദമാണ്. അതാണ് ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ഇപ്പൊ ഒരു 10-25ഓളം കോളുകൾ ഇപ്പൊ വന്നു കഴിഞ്ഞു ഈ സമയം കൊണ്ട്. വിശ്വസിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഞാനും അങ്ങോട്ട് പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണം. തീരാ ദുഃഖം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വേദന മനസ്സിലാകുന്നുണ്ട്. വിനോദ് കോവൂർ ആണ് സംസാരിച്ചത്.